അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇന്നലെ ന്യൂസ് പലയിടത്തും കേട്ടല്ലേ. അതായത് ബസ്സിൽ പോകുന്നൊരു പെൺകുട്ടിയെ ഒരാൾ അവളുടെ അടുത്തേക്ക് ഇങ്ങനെ ചാരി വരിക, അവളെ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു വീഡിയോ വാട്സപ്പിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ വീഡിയോ എടുത്തിട്ട് നേരിട്ട് അയാൾ കാണുന്ന പോലില്ല, കുറച്ച് തിരക്കൊക്കെ ഉള്ള ബസ്സാണ്, അതിൽ നിന്ന് അയാളിങ്ങനെ അറിയാം, അയാളുടെ ശരീരം കൈകളിങ്ങനെ തട്ടുന്നത് ഇങ്ങനെ ശരിക്കും അവൾ വീഡിയോ എടുത്തിട്ട് അത് റീൽസാക്കി പോസ്റ്റ് ചെയ്തു. അതിനെക്കുറിച്ച് എന്താ മോശമായ കമൻ്റൊക്കെ എഴുതിയിട്ട് അങ്ങനെ ചെയ്തു. പക്ഷേ ഇന്ന് രാവിലെ കണ്ടൊരു വാർത്ത എന്ന് വെച്ചാൽ ഇന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരാളെ അപമാനിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടുക എന്ന് വെച്ചാൽ അത്രക്കും എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നതാണ് സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ. അതിപ്പോൾ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും വാട്സപ്പിലായാലും ഒക്കെ കാണുമല്ലോ. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ ടച്ച് ചെയ്യുന്ന ആ ഒരു ഇതാണ് കാണുന്നത്. പക്ഷേ ആ കുട്ടി ഇങ്ങനെ കുറച്ച് പിറകിൽ നിന്ന് സ്പേസ് ഉണ്ട് കുട്ടിക്ക്, വേണമെങ്കിൽ കുറച്ചും കൂടി പിന്നോട്ടൊക്കെ നിന്നിട്ട് അങ്ങനെ എന്താ പറയുക, അതിന് തടസ്സമായി നിൽക്കുക അല്ലെങ്കിൽ പ്രതികരിക്കുക ഒക്കെ ചെയ്യുക. പക്ഷെ അതിന് പകരം ഈ കുട്ടി ചെയ്തത് എന്താ, വേഗം വീഡിയോ എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ആളങ്ങട്ട് പറ്റങ്ങട്ട് അപമാനിച്ചു. അത്രക്കും ഒരു അപമാനം ഉണ്ടാവില്ലല്ലോ, എത്ര ആളുകളുടെ മുമ്പിൽ, എത്ര ഫാമിലി ഉണ്ടാവും, സ്വന്തം മാതാപിതാക്കൾ ഉണ്ടാവും, സഹോദരങ്ങൾ ഉണ്ടാവും, ഇനി മക്കളുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും. അതൊക്കെ ഭയങ്കര ഒരു മോശമായ പ്രവൃത്തിയായിപ്പോയി. പക്ഷേ ആ കുട്ടിക്ക് പ്രതികരിക്കാമായിരുന്നു, അങ്ങനെയാണ് വേണ്ടത്. അഥവാ ഇനിയിപ്പോൾ ആണുങ്ങൾ നമ്മുടെ അടുത്തേക്ക് ചാരാനും പിടിക്കാനൊക്കെ വരികയാണെങ്കിൽ നമ്മൾ പ്രതികരിക്കുക, നമുക്ക് മാറി നിൽക്കടോ അല്ലെങ്കിൽ വിട്ടു നിൽക്കടോ അങ്ങനെ പറയുക, അല്ലെങ്കിൽ ജസ്റ്റ് കണ്ടക്ടറോട് സൂചിപ്പിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പക്ഷെ അതിന് പകരമായിട്ട് ഇത് ചെയ്തത് ഭയങ്കര ഇതായി. അത് മനം നൊന്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു, മരണത്തിന് കീഴടങ്ങിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തൊക്കെ തന്നെയായാലും ഒരു മരണത്തിന് കാരണം വെച്ചാൽ നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരെ ഒരുപാട് ആളുകളുടെ ഇടയിലിട്ട് അപമാനിക്കണം. പല തെറ്റും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, പല കുറ്റങ്ങളും അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഈ കുട്ടിക്ക് അപ്പം തന്നെ പ്രതികരിക്കണം. നമ്മൾ ഒരിക്കലും ആണുങ്ങളെ ശല്യപ്പെടുത്തുകയാണ്, അവരിങ്ങനെ വിളിക്കുകയാണെന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും നമുക്ക് അതിനൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരാണ് നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കോൾ ചെയ്യാണ്, അപ്പോൾ നമുക്ക് ബ്ലോക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ബ്ലോക്ക് ചെയ്താൽ പിന്നെ ഒരിക്കലും കോൾ വരില്ല. വേറെ നമ്പറിൽ നിന്നാണെങ്കിലോ അങ്ങനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം. പിന്നെ അധികം ശല്യപ്പെടുത്തേണ്ടത് നമുക്ക് പോലീസിൽ പരാതി കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ഈ ഒരു പെൺകുട്ടി ചെയ്തത് അത് നേരിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടാണ് ചെയ്തത്. അയാളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എന്തോ ജസ്റ്റ് ഇങ്ങനെ തട്ടണ പോലെയാണ് അതിൽ കാണുന്നത്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ അവസ്ഥ എല്ലാ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെ ബസ്സിൽ നിന്നൊക്കെ ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ അപ്പം തന്നെ നമ്മളത് പ്രതികരിക്കണം, ഒന്ന് മാറിക്കടോ അല്ലെങ്കിൽ വിട്ട് നമ്മൾ കുറച്ച് മാറി കൊടുക്കുക. അങ്ങനത്തെ തന്നെ സ്വാഭാവികമാണ്, മനുഷ്യന്മാരാണ്, പല രീതിയിൽ ഉള്ള ചിന്താഗതിക്കാരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കണ്ടറിഞ്ഞ് ഒഴിവാകുക എന്നല്ലാതെ നമ്മൾ അവരുടെ അടുത്തേക്ക് ഇങ്ങനെ അവർ ചാരി വരുമ്പോൾ അതിനനുസരിച്ച് നിന്ന് കൊടുക്കാതെ നമ്മൾ ഒഴിഞ്ഞു മാറണം ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പറയാം, മുഖത്ത് നോക്കി പറയണം. അതിന് നമുക്ക് പഠിച്ച നാവ് തന്നിട്ടുണ്ടല്ലോ, പറഞ്ഞാൽ ഒരു കുട്ടിയും അടുത്തേക്ക് വരില്ല. അങ്ങനെ അപ്പം സ്പോട്ടിൽ പ്രതികരിക്കണം, അതാണ് വേണ്ടത്. ഇതിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു, ഫുള്ള് ലോകം മൊത്തം അത് കണ്ടു ആ വീഡിയോ. അപ്പോൾ അയാളൊക്കെ അത്രക്കൊരു എല്ലാവരുടെയും മുമ്പിലൊരു മോശക്കാരനായിരുന്നു. ഇനി ഞാൻ എങ്ങനെ പുറത്തിറങ്ങും, കാരണം എല്ലാവരുടെ ഫോണിലും എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്, എല്ലാവരുടെ കയ്യിലും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ എല്ലായിടത്തും സ്മാർട്ട് ഫോണാണുള്ളത്. ആ ന്യൂസ് പെട്ടെന്ന് ഷെയർ ചെയ്യുക, എത്ര പെട്ടെന്ന് ഷെയർ ചെയ്ത് പോവുക, എല്ലാവരും അത് കാണും ചെയ്യും. അത്രക്കും മനം നൊന്ത്. കാരണം എങ്ങനെ ഞാൻ ഒരാളുടെ മുഖത്ത് നോക്കുക, ഞാൻ എങ്ങനെ എൻ്റെ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കുക, എൻ്റെ ഭാര്യയുടെ മുഖത്ത് നോക്കുക, എൻ്റെ മക്കളുടെ മുഖത്ത് നോക്കുക, സഹോദരങ്ങളുടെ മുഖത്ത് നോക്കുക. ശരിയാണ്, മനുഷ്യരാണ്, സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചിലപ്പം പിന്നെ ഇബിലീസ് കൂടെ നടക്കില്ലേ, തെറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൂടെ ഉണ്ടാകും. അപ്പോൾ പ്രതികരിച്ചിരുന്നെങ്കിൽ അപ്പം തന്നെ ഒരു പക്ഷേ അയാൾ വിട്ടു നിന്നിരുന്നു. ഇത് ആ വീഡിയോയിൽ കാണാം, അവളിങ്ങനെ നിന്ന് കൊടുക്കുന്ന രീതിയിലാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. അവളിങ്ങനെ ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഇന്നിപ്പോൾ ന്യൂസ് കേട്ടപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ചാണ് പറയണത്. പെൺകുട്ടികളായ നമ്മൾ, പെണ്ണുങ്ങളായ നമ്മൾ നമ്മളെ ഭാഗം ശ്രദ്ധിക്കണം. നമ്മളൊരിക്കലും അങ്ങനെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രതികരിക്കണം, പറയണം, മാറി നിൽക്കടോ, അങ്ങോട്ട് വിട്ടു നിൽക്ക്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അത് മിണ്ടാതെ അതൊക്കെ ഇങ്ങനെ ചെയ്യണൊക്കെ സഹിച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് നിന്നാൽ ഇങ്ങനെ നേരിട്ടൊക്കെ വീഡിയോയിൽ കിട്ടും വേണം, അതൊക്കെ നേരിട്ട് പോസ്റ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരു അവസ്ഥ എന്തായാലും ഒരു പ്രായമായ മാതാപിതാക്കളൊക്കെ ഉള്ള ആളാണ്,
എന്ന് പറഞ്ഞു. അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തൊക്കെ തന്നെ ആ മാതാപിതാക്കൾക്ക് അതൊരു വലിയൊരു നഷ്ടമായിരിക്കും. എന്തായാലും ഒരു പക്ഷേ ഈ ഒരു പ്രവൃത്തി നമ്മുടെ മക്കളായിരിക്കാം, അല്ലെങ്കിൽ സഹോദരങ്ങൾ, നമ്മുടെ പിതാക്കൾ, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ശരിയാണ്, മനുഷ്യന്മാരാണ്, പല രീതിയിലുള്ള ചിന്താഗതിക്കാരൊക്കെ ഉണ്ടാകും. ഇബ്ലീസിൻ്റെ ഷർറ് വരും, നമുക്കിങ്ങനെ തോന്നിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മളോട് ആരെങ്കിലും തിരുത്തി പറയുകയാണെങ്കിൽ, പ്രതികരിക്കുകയാണെങ്കിൽ, ഒരു പക്ഷേ ആരും എന്തായാലും പേടിച്ചിട്ടെല്ലാവരും മാറി നിൽക്കും. ഇതൊന്നും അറിയാത്ത രീതിയിൽ ഇത് ചെയ്തപ്പോൾ ഭയങ്കര ഒരു ഷോക്കായി മാറി അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. കാരണം നമ്മൾ കുറേയൊക്കെ തെറ്റും കുറ്റങ്ങളൊക്കെ പെണ്ണുങ്ങളെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരുന്നു. പെണ്ണുങ്ങൾ കുറച്ചൊക്കെ അതിന് സപ്പോർട്ടായി നിന്നിട്ടും, അതുപോലെ തന്നെ സ്ത്രീകൾ എന്ന് വെച്ചാൽ എല്ലാ കാര്യം കൊണ്ട് വസ്ത്രധാരണത്തിലായാലും ഒക്കെ നമ്മളതിനനുസരിച്ച് നിൽക്കുമ്പോഴാണ് ആണുങ്ങൾ അങ്ങനെ വരിക. അതിപ്പോൾ നല്ല രീതിയിൽ ഡ്രസ്സിങ് ഒക്കെ ചെയ്ത് വരുന്നവർക്കൊന്നും ഇത്രയധികം ഒരു മോശം പ്രവൃത്തിയൊന്നും ഉണ്ടാവാറില്ല എന്നാണ് ഒരു ഇത്. കാരണം ഒരിക്കലും ഇങ്ങനെ ഒരു പെണ്ണിനിങ്ങനെ ജീൻസും നല്ല അടിപൊളി ടൈറ്റ് ഫിറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ചെറിയ ഷോർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ പോയപ്പോൾ ഏതോ ഒരു ആണ് അതിന് പിന്നാലെ വന്ന് അതിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ. അന്ന് നമ്മുടെ ഗായകൻ യേശുദാസൊക്കെ അതൊക്കെ പ്രതികരിച്ചിരുന്നു. അദ്ദേഹമൊക്കെ പറഞ്ഞത് ടൈറ്റുള്ള ജീൻസും ടൈറ്റുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഏത് ആണുങ്ങൾക്കായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് തോന്നിപ്പോവും. നമ്മൾ ആ ഭാഗം ശ്രദ്ധിക്കുക. നമ്മൾ പരമാവധി നമ്മുടെ ശരീരഭാഗം മറക്കാൻ നോക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് ഒരു പരിധി വരെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പോൾ വെറും ആണുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആണുങ്ങളും ഒരു മനുഷ്യന്മാരെന്നല്ലേ, അവർക്കും പല ചിന്താഗതിക്കാരായിരിക്കും എല്ലാവരും. അപ്പോൾ വെറും ആണുങ്ങളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, പെണ്ണുങ്ങളും കുറച്ച് അവരുടെ ഭാഗം ശ്രദ്ധിക്കണമെങ്കിൽ മാത്രമേ തെറ്റുകളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. എന്തായാലും ഇത് കേട്ടപ്പോൾ വല്ലാത്തൊരിത് തോന്നി. കാരണം അദ്ദേഹത്തിനോട് പറഞ്ഞാൽ മതിയായിരുന്നു, കുറച്ച് വിട്ട് നിൽക്കേ, ഇഷ്ടംപോലെ സ്പേസും കാര്യമൊക്കെ ഉണ്ട് തോന്നുന്നത്. എങ്കിലും അവളും അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഒന്നുകിൽ ആ മുന്നിലേക്ക് പോകുക, അല്ലെങ്കിൽ ജസ്റ്റ് ആ കണ്ടക്ടറോ ഡ്രൈവറോടൊന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഒരാൾ ഇങ്ങനെ അത് ചെയ്യുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിലൊക്കെ നമുക്കൊരു പക്ഷേ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എന്തായാലും ഓരോ കുടുംബത്തിനത് വലിയൊരു നഷ്ടമായിട്ടുണ്ടാവും. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. എപ്പോഴാണ് എങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാരുടെ ചിന്താഗതി പോവുക ഒന്നും പറയാൻ പറ്റൂലല്ലോ. ഏതായാലും ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ ഒരു സഹതാപം തോന്നി. കാരണം അറിയാതെ ചെയ്തൊരു ചതി പോലെയാണ് തോന്നിയത്. അപ്പോൾ തന്നെ പ്രതികരിക്കണം. ആരെന്തെങ്കിലും നമ്മളോട് മോശമായി പറയുകയോ നമ്മളോട് പ്രവർത്തിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പഠിച്ച നാവ് തന്നിട്ടുണ്ട്, പറയണം. ഇനിയിപ്പോൾ നമുക്ക് പറയാൻ പേടിയുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള അപ്പുറത്തുള്ള ഒരാളോട് പറഞ്ഞിട്ട് ഇദ്ദേഹം എന്നെ ഉപദ്രവിക്കാൻ നിൽക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ അപ്പം തന്നെ പറഞ്ഞാൽ എല്ലാവരും സഹകരിക്കും, അത് ഉറപ്പാണ്. എല്ലാവരും സഹകരിച്ച് ആ ബസ്സിലുള്ള ആളുകളാണെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു പെങ്ങളായി ആണ് എല്ലാവരും അവരെ കാണുക. ഒക്കെ ആങ്ങളമാരായി മാറും. ആരാണ് പെങ്ങളോട്ടിനെ ഉപദ്രവിച്ചതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും എന്തായാലും പ്രതികരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ജസ്റ്റ് ബസ്സിലത്തെ ആൾക്കാരോട് പറയുക, കണ്ടക്ടറോട് പറയുക, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മരിക്കില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് അങ്ങനെ തോന്നില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ എന്തൊക്കെ തന്നെയാലും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നമുക്കുണ്ട് സഹോദരങ്ങൾ, അതുപോലെ മക്കൾ ഒക്കെ ഇങ്ങനെ ആ പ്രായക്കാർ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ അള്ളാഹു ആലം. എന്തായാലും നമ്മളെ ഭാഗം ശ്രദ്ധിച്ചാൽ തന്നെ കുറേ ഒരു കുറ്റകൃത്യങ്ങളൊക്കെ കുറയും. പ്രതികരിക്കണം. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ മിണ്ടാതെ പേടിച്ച് നിന്ന് അത് വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയ ഇട്ടുകൊണ്ട് ഇപ്പോൾ എന്തോ ഒരു ജീവനാണ്ട് പോയി. നമ്മളോട് മോശമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുക അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും പ്രവർത്തിക്കുക ചെയ്താൽ നമുക്ക് അപ്പക്കപ്പം പ്രതികരിക്കാം. ഇനി നമുക്ക് പ്രതികരിക്കാൻ മടിയാണെങ്കിൽ തൊട്ടടുത്തുള്ള ആളോടെങ്കിലും പറഞ്ഞിട്ട് അത് നമുക്ക് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ ഇയാൾ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത പോലെയൊക്കെ ആയിത്തീരും. ഏതായാലും പടച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.